Welcome to Machinery World. Good morning, sir. Myself is Lavji. I am from Trivandrum. Sir, I am running a YouTube channel. So you are most welcome to my YouTube channel. Okay? Will you please explain the products that you have displayed here? ഓക്കെ ഇത് K1 ടെക്നോളജി എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഓക്കെ. അതിൽ എൻ്റെ പേര് അനീഷ് എന്നാണ്. ഫസ്റ്റ് ഞാൻ പറയാം. ഓക്കെ. ഞാനതിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇത് മെയിനായിട്ട് CNC മെഷീനറീസ് ആണ് ഞങ്ങൾ ഡീൽ ചെയ്യുന്നത്. CNC ലേസർ കട്ടിങ് ആൻഡ് ലേസർ മാർക്കിംഗ് മെഷീനറീസ് ആണ്. അതിൽ നോൺ മെറ്റൽ ഉണ്ട്, മെറ്റലും ഉണ്ട്. അതിന് രണ്ട് കാറ്റഗറി ഉണ്ട്. മെറ്റൽ കട്ടിങ് ഉണ്ട്, നോൺ മെറ്റൽ കട്ടിങ് ഉണ്ട്. അതുകൂടാണ്ട് മാർക്കിങ്ങും ഉണ്ട്. ഓക്കെ. അതുകൂടാണ്ട് നമ്മൾ വേറെ മെഷീനറീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൽഡിങ്, ലേസർ വെൽഡിങ് യൂസ് ചെയ്യുന്നുണ്ട്, പ്രസ് ബ്രേക്ക് ഉണ്ട്, ലെറ്റർ പെൻഡിങ് മെഷീൻസ് ഉണ്ട്. ഇതൊക്കെ സൈനേജും അങ്ങനത്തെ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട മെഷീനറീസ് ആണ് കൂടുതൽ ഡീൽ ചെയ്യുന്നത്. ഹ്യൂജ് എമൗണ്ട് നമ്മുടെ ഇന്ന് സെയിൽ ആവുന്നത് CO2 ലേസർ കട്ടിംഗ് എന്ന് പറഞ്ഞ ഒരു മെഷീനാണ്. നോൺ മെറ്റൽ കട്ടിംഗ് മെഷീൻസ് ആണ്. ഈ മെഷീൻസ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ മൊമെന്റോസ്, ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ മേക്ക് ചെയ്യുന്ന മെഷീൻസാണ്. അതായത് ഇതിൻ്റെ വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻസ് പറഞ്ഞാൽ നമ്മുടെ വ്യൂവേഴ്സിന് ഒരുപാട് ഹെൽപ്പ് ആയിരിക്കും. റൈറ്റ് പ്രോഡക്റ്റ് ഫ്രം യുവർ ഓക്കെ. ഇതിൻ്റെ വൈഡ് റേഞ്ച് വെച്ചിട്ട് മൾട്ടി പർപ്പസ് മെഷീനാണ്. ഇന്ന സാധനമൊന്നും ഇല്ല. നോൺ മെറ്റൽ ആയിട്ടുള്ള ഗ്ലാസ്, ഗ്രാനൈറ്റ്, പ്ലാസ്റ്റിക്, അക്രിലിക്സ്, ലെതർ, ക്ലോത്ത്, എനി നോൺ മെറ്റൽ ഐറ്റംസ് കട്ട് ചെയ്യാനും അതൊന്ന് എൻഗ്രേവ് ചെയ്യാനും പറ്റും. അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. ഗ്ലാസ് എൻഗ്രേവ് ചെയ്യാൻ പറ്റും, ഗ്രാനൈറ്റിൽ എൻഗ്രേവ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസാണ് അതൊക്കെ. പിന്നെ അതുകൂടാണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീനറീസ് ആണ് മാർക്കിംഗ് മെഷീനറീസ്. ഇത് ഫൈബർ ലേസർ മാർക്കിംഗ് മെഷീനറീസ് എന്ന് പറയും. ഇത് മെറ്റലിലാണ് ഇതിൽ ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് ബ്രാൻഡിങ് ചെയ്യാൻ നമ്മുടെ ഒരു പ്രൊഡക്റ്റുമേ നമ്മുടെ ലോഗോസും ആ പ്രൊഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻ ബ്രാൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെഷീനാണ് ഫൈബർ മാർക്കിംഗ് മെഷീൻ. എൻഗ്രേവിംഗ് മെഷീൻ ഓൺലി യൂസ് ഫോർ മെറ്റൽ ഓൺലി. ഇത് UV ആണ്. UV ലേസർ മാർക്കിംഗ് മെഷീനാണ്. ഇത് എല്ലാത്തരം ഇതും മാർക്കിംഗ് തന്നെയാണ്, നോട്ട് കട്ടിങ്. അപ്പോൾ ഇതും മെറ്റൽ ആൻഡ് നോൺ മെറ്റൽ മാർക്കിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എസ്പെഷ്യലി ഗ്ലാസ്, സെറാമിക്സ് ഇതൊക്കെ മാർക്ക് ചെയ്യാനായിട്ടാണ് UV ലേസർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് CO2 ലേസർ എന്ന് പറയും. CO2 മാർക്കിംഗ് ആണ്. ഓൺലി യൂസ് മാർക്കിംഗ് ആണ്, നോൺ മെറ്റൽ മാർക്കിംഗ്. ഇതിൻ്റെ ഒരു സ്മോൾ വെർഷൻ ആണ്. ഇതിൻ്റെ ഹൈ വരുമ്പോൾ അതിലേക്ക് കട്ടിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് നമ്മൾ മെറ്റൽ കട്ടിങ് ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ഇത്തിരി ഹൈ റേഞ്ചുള്ള മെഷീൻസ് ഞങ്ങൾ ഡീൽ ചെയ്യുന്നത്. മെറ്റൽ കട്ടിങ് അത് നമുക്ക് യൂസ് ചെയ്യുന്ന എല്ലാതരം മെറ്റലും ഒരു 25 mm വരെയുള്ള MS, SS, ബ്രാസ്, അങ്ങനെ അലുമിനിയം, കോപ്പർ, എനിത്തിങ് കട്ട് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അത് ഫൈബർ ലേസർ കട്ടിങ് എന്ന് പറയും. ഈ മെഷീനറീസ് ആണ് നമ്മളിവിടെ ഓൺ മാനുഫാക്ചറിങ് ആണ് ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടേതായ യൂണിറ്റ് ഉണ്ട്. തൃശ്ശൂരാണ് ഞങ്ങളുടെ സ്ഥലം. തൃശ്ശൂർ പാറളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളുടെ കമ്പനി ഇരിക്കുന്നത്. കമ്പനിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെമോൺസ്ട്രേഷൻ ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ആയ മെഷീൻ സെലക്ട് ചെയ്യാനും പറ്റും. അവിടെ ഡെമോൺസ്ട്രേഷൻ ഉണ്ട്. നിങ്ങളുടെ വർക്ക് സാമ്പിൾ ടെസ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസും ഉണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതാണ് ഞങ്ങളവിടെ ഓൺ മാനുഫാക്ചർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏത് മോഡൽ വേണമെങ്കിലും ഷേപ്പൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കാം, ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതായത് ഡിസൈൻസ് വേണമെങ്കിൽ നിങ്ങൾ ഇതിനോടൊപ്പം സപ്ലൈ ചെയ്യല്ലേ? യെസ്, ഷുവർ. ഇതിൻ്റെ കൂടെ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഡിസൈൻസ് നമ്മൾ കൊടുക്കും. ഓരോ മെഷീൻ്റെ കൂടെ ഒരു 1000 ഡിസൈൻസ് എങ്കിലും ഉണ്ടാവും. ഓക്കെ, വണ്ടർഫുൾ. ഈ കസ്റ്റമൈസ്ഡ് ഡിസൈൻസ് നിങ്ങൾ മീൻസ് കസ്റ്റമർ അതായത് ഇപ്പോൾ അവർക്ക് ഇന്ന പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഡിസൈൻസ് അവർക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഉത്സവം വരുന്നു, അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ശബരിമല ഇത് വരുന്നു, ഇപ്പോഴത്തെ അതിൻ്റെതായ കസ്റ്റമൈസ് മീൻസ് മെഷീൻ കസ്റ്റമൈസ് ചെയ്യാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഡിസൈൻസ് നമ്മൾ ചെയ്ത് കൊടുക്കലല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓക്കെ ഇന്ന മെഷീന് ഇന്ന ഷേപ്പ് വേണം, ഇന്ന സാധനം വെക്കാം, ഞങ്ങൾക്ക് ഇന്ന ഫെസിലിറ്റീസ് വേണം, അല്ലെങ്കിൽ ഇന്നത് ആഡ് ചെയ്യണം, കൺവേ സിസ്റ്റം ആഡ് ചെയ്യണം, ഫുൾ ഓട്ടോമേഷൻ വേണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കസ്റ്റം മെയ്ഡ് മെഷീനാണ്. അവർക്ക് ചോദിക്കുകയാണ് ഒരു ലേബർ ഇല്ലാണ്ട് മെഷീൻ തന്നെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഫുൾ ഓട്ടോമാറ്റിക് ചെയ്ത് കൊടുക്കും. അതിൽ ഓട്ടോമാറ്റിക് മൂവ്മെൻറ്റ്സ് വെക്കും, ഓട്ടോ സെൻസിങ് വെക്കും. മനസ്സിലായോ? അങ്ങനെ അതൊക്കെ ഡിപ്പെൻസ് അവരുടെ എമൗണ്ട് ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അവരത് ഡിസൈഡ് ചെയ്തത്. ഓക്കെ. അങ്ങനെയാണ് ഞാൻ കസ്റ്റമൈസേഷൻ ചെയ്യുന്നത്. ഡിസൈൻ ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നില്ല. ഡിസൈനൊക്കെ വേറെ സെക്ഷനാണ്. ഡിസൈൻ സോഫ്റ്റ്വെയർ സംബന്ധമായ സെക്ഷനാണ്. പക്ഷേ ഈ മെഷീനിലെ ഡിസൈൻ ഒരു പാർട്ടാണ്. ഡിസൈൻ ഇല്ലാണ്ട്
ഈ മെഷീൻ വർക്ക് ചെയ്യില്ല. അതൊരു സോഫ്റ്റ്വെയർ സെക്ഷനാണ്. അത് ഗ്രാഫിക് ഡിസൈനിങ് കഴിഞ്ഞാൽ കുറേ പിള്ളേർ വേണ്ടി സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത്. അവരിൽ ക്യാഷ് കൊടുത്ത് അവർ ചെയ്തു തരും. ഞങ്ങൾക്ക് അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഓക്കെ, നമ്മൾ കസ്റ്റമൈസ് നമ്മൾ മെറ്റൽ കട്ടിങ്ങും മെറ്റൽ എൻഗ്രേവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകൾ, അല്ലെങ്കിൽ മീൻസ് നോൺ മെറ്റൽ എൻഗ്രേവിങ്ങും ആയ വർക്കുകൾക്ക് നമ്മളെ അപ്രോച്ച് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തൃശ്ശൂരാണ് നമ്മുടെ ഫേം ഇരിക്കുന്നത്. നമ്മുടെ കമ്പനിയിലേക്ക് വന്നിട്ടുണ്ട്. ഡെമോൺസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ 1 മിനിറ്റ് 9895562948 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താലും നമുക്ക് കിട്ടും. ഒന്നുകൂടി ഞാൻ പറയാം, 9895564948. ഓക്കെ, ആ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, വണ്ടർഫുൾ. ഓക്കെ, താങ്ക് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.